Congratulations. Congratulations. മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഇപ്പോഴിതാ KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഗണേഷ് കുമാർ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സഗൗരവമാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ സത്യപ്രതിജ്ഞ. ഇരുവരുടെയും സത്യപ്രതിജ്ഞ പൂർണ്ണമായിരിക്കുകയാണ്. ചടങ്ങ് തുടരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ്. പ്രശാന്ത്, നിയുക്ത മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഏറ്റവും പുതിയ വിവരങ്ങൾ ആദ്യം. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗവർണർ ഇതാ മടങ്ങുകയാണ് വേദിയിൽ നിന്നും. ഈ വേദിയിൽ പോലും പരസ്പരം മിണ്ടാതെയും ആണ് മുഖ്യമന്ത്രിയും ഗവർണറും ഉണ്ടായിരുന്നത്. ഗവർണറും സർക്കാരും തമ്മിൽ നേരിട്ട് വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഒരു വേദി പങ്കിടുന്നത്. ഇപ്പോൾ ഗവർണർ വേദിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ടഭാവം നടിക്കാതെയാണ് ഇരുവരും വേദി പങ്കിട്ടതെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും ഗണേഷ് കുമാറിന്റെയും സത്യപ്രതിജ്ഞ ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ദൈവനാമത്തിലാണ് KB ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആന്റണി രാജുവിന്റെ വകുപ്പാണ് പൊതുഗതാഗത വകുപ്പാണ് KB ഗണേഷ് കുമാറിന് മുൻപിലുള്ളത്. KSRTC ഉൾപ്പെടെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ചില പദ്ധതികൾ തന്നെ ഉണ്ട്. LDF സർക്കാരിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ ഈ വകുപ്പിൽ താൻ ചെയ്യുമെന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അദ്ദേഹം സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അഹമ്മദ് ദേവർകോവിലിന്റെ വകുപ്പിലേക്കാണ്, തുറമുഖ വകുപ്പിലേക്കാണ് ഇപ്പോൾ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. വേദിയിൽ നിന്നും ഗവർണർ ഇറങ്ങിപ്പോയിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശാന്ത്, സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. അക്ഷയ, സത്യപ്രതിജ്ഞാ ചടങ്ങ് 7 മിനിറ്റ് മാത്രം നടന്നത്. കൃത്യം 4 മണിക്ക് തന്നെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിച്ചു. ആദ്യം രാമേന്ദ്ര കടന്നപ്പള്ളിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം സഗൗരവമാണ് പ്രതിജ്ഞ എടുത്തത്. അതിനുശേഷം KB ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ദൈവനാമത്തിലാണ് KB ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഏറ്റവും പ്രധാനം, ഇന്നത്തെ ഈ 7 മിനിറ്റ് കൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി. ഔപചാരികമായുള്ള ചടങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഗവർണർ വേദി വിടുകയും ചെയ്തു. ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തി. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് ആദ്യം പ്രവേശിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന 7 മിനിറ്റും ഇരുവരും പരസ്പരം മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. കണ്ടഭാവം നടിക്കാതെയായിരുന്നു ഇരുവരും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ വേദിയിൽ ഇരുന്നത്. ഒരു ഘട്ടത്തിലും ആദ്യം ഈ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് ഗവർണറാണ് ആദ്യം പൂച്ചെണ്ട് നൽകിയത്. അതിനുശേഷം മുഖ്യമന്ത്രി പൂച്ചെണ്ട് നൽകി. ഏറ്റവും പ്രധാനം, രണ്ടുപേരും ഇരുന്നത്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുന്നത് തൊട്ടടുത്തടുത്ത കസേരയിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു കുശല സംഭാഷണങ്ങളോ മുഖത്തോക്കി നോക്കുകയോ ഒന്നും തന്നെ അത്തരം ഒരു സംഭവങ്ങളും ഉണ്ടായില്ല. അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭിന്നതകളെല്ലാം തന്നെ അതിതീവ്രമായി തന്നെ നിൽക്കുന്നു. അത് രണ്ടുപേരുടെയും ശരീരഭാഷയിൽ, പ്രത്യേകിച്ചും ഗവർണറുടെ ശരീരഭാഷയിൽ അത് വളരെ പ്രകടമായിരുന്നു. മുഖത്തേക്ക് നോക്കാനും കണ്ടഭാവം നടിക്കാനും എല്ലാമുള്ള അവസരം ഉണ്ടായിരുന്നിട്ടും അതിന് രണ്ടു കൂട്ടരും തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ മുൻകൈ എടുത്തില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ മുഖം തന്നെയാണ് ഇത്. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങ്, സാധാരണ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും രാജ്ഭവൻ ഉണ്ടാക്കിയിരുന്നില്ല. കാരണം ഭരണഘടനാപരമായ ചുമതലയാണ് ഗവർണർ നിറവേറ്റേണ്ടത്.
അതിനൊരു തടസ്സവും ഉണ്ടാക്കില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം മന്ത്രിസഭയിൽ രണ്ടൊഴിവാൽ അത് നികത്തേണ്ടത് അത് നികത്തണമെന്ന് സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടാം. അതിനെ സത്യപ്രതിജ്ഞയ്ക്കുള്ള വേദി ഒരുക്കണമെന്ന് ആവശ്യപ്പെടാം. അതുപ്രകാരം വേദി ഒരുക്കി സത്യപ്രതിജ്ഞ നടന്നു. അതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായില്ല എന്നതാണ്. അതായത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പുനഃസംഘടന. അവിടെയാണ് ഇത്തരത്തിൽ പരസ്പരം കണ്ട ഭാവം പോലും നടിക്കാതെ ഗവർണറും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഒരു വേദിയിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്താകും ഇരുവരും, ഏത് തരത്തിലായിരിക്കും ഇന്നത്തെ ഇവരുടെ പ്രതികരണം എന്നുള്ളതൊക്കെ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു സംഭവമായിരുന്നു. അവിടെയുമാണ് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പരിചയഭാവം പോലും പ്രകടിപ്പിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഏത് തരത്തിൽ ഇടപെടണോ അത്തരത്തിലുള്ള ഇടപെടലുകൾ പോലും ഇല്ലാത്ത തരത്തിലൊരു രീതിയിലേക്ക് ഗവർണറും മുഖ്യമന്ത്രിയും എത്തിയത്. ഈ സർക്കാർ ഗവർണർ പോര് തുടരും എന്നുള്ളതിനെ ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായും സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക് തന്നെ നീളുന്നു എന്നത് തന്നെയാണ്. അതായത് സർക്കാരും ഗവർണറും അത് വ്യത്യസ്ത വിഷയങ്ങളിൽ, അതായത് ബില്ല് ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഏറ്റുമുട്ടൽ, അത് രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ, നിയമ പോരാട്ടങ്ങൾ, അത് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഗവർണർ സർക്കാരിന് സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്കെതിരെ പരാതി സർക്കാർ രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ വളരെ കരുത്തിരമാണ് സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ സ്വാഭാവികമായും ഇതൊക്കെ തന്നെ സംഭവിക്കും എന്നതാണ്. പിന്നെ വാക്കിലും നോട്ടത്തിലോ അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാധ്യതകൾ സത്യപ്രതിജ്ഞ ആണ്. കാരണം ഇവിടെ പ്രസംഗങ്ങളില്ല, മറ്റു പ്രതികരണങ്ങൾക്ക് വേദിയില്ല. അപ്പോൾ രണ്ടുപേരും, മുഖ്യമന്ത്രിയായാലും ഗവർണറായാലും, അവർ പരസ്പരം മുഖത്തേക്ക് നോക്കാതെ അവരുടെ അനിഷ്ടം രണ്ടുപേരും പ്രകടിപ്പിച്ചു. ഇപ്പോൾ നിലവിലുള്ള വിഷയങ്ങളിലുള്ള രോഷപ്രകടനം അത് രണ്ടുപേരും ഒരു മഞ്ഞൊരുക്കത്തിനുള്ള ഒരു സാധ്യത തീരെയില്ല, ഇല്ലാതായി എന്ന് തന്നെ പറയാം. കാരണം അല്പം മുമ്പ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് നമ്മോട് സംസാരിച്ച ഇറങ്ങിക്കഴിഞ്ഞ വിധിരാജനെല്ലാം പറഞ്ഞ കാര്യങ്ങളും അത് തന്നെയല്ല. ഇപ്പോഴത്തെ ഒരു മഞ്ഞുരുക്കത്തിനുള്ള നിയമപോരാട്ടം പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മഞ്ഞുരുക്കത്തിനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. പക്ഷെ വേദിയിൽ ഔപചാരികമായ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു കണ്ടഭാവം പോലും നടിക്കാത്ത രീതിയിലുള്ള പ്രതികരണം ഉള്ള ഒരു ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയാണ് രണ്ടുപേരും, അത് ഗവർണറും മുഖ്യമന്ത്രിയും പുലർത്തിയെന്നാണ്. ഒന്ന് നേരിട്ട് അടുത്തടുത്തിരിക്കുമ്പോഴും ഒന്ന് കണ്ട് വിറ്റ് ചെയ്യുന്ന പോലുള്ള അത്തരം സമീപനങ്ങളോ പ്രതികരണങ്ങളോ ഉണ്ടായില്ല. ഏതായാലും ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായ സ്ഥിതിക്ക് ഇനി ഗവർണർ സൽക്കാരമുണ്ട്. ചായസൽക്കാരത്തിൽ ഏത് തരത്തിലായിരിക്കും, അത് മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ള വേദിയല്ല. മന്ത്രിമാരും പുതിയ മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാം പങ്കെടുക്കുന്ന ചടങ്ങാണ്. ചായസൽക്കാരും വേദിയിൽ, പൊതുവേദിയിൽ ഇത്തരത്തിലാണ് പ്രതികരണം എന്നിരിക്കെ ചായസൽക്കാരത്തിലും സമാനമായി തന്നെ ആയിരിക്കണം പ്രതികരണം എന്ന് ഉറപ്പിക്കാം. എന്തായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതേ വേദിയിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഇതുപോലെ തന്നെ തുടരുമെന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്ന തരത്തിലാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം അവിടെ പ്രതികരിച്ചിരിക്കുന്നത്. അതേ ഒരു തരത്തിലും കണ്ടഭാവം പോലും നടിക്കാതെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ ഇരുന്നതും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടർ രാഷ്ട്രപതി വരെ സമീപിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു പോരിൽ മാറ്റം ഉണ്ടാകില്ല. ആ നിലപാടിൽ തന്നെ സർക്കാരും എന്ത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാടിൽ തന്നെ ഗവർണറും ഉറച്ചു നിൽക്കുന്നു. പരസ്പരം അഭിവാദ്യം ചെയ്യുക പോലും ചെയ്യാതെയാണ് ഇരുവരും വേദി പങ്കിട്ട്. സാധാരണ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു വേദിയിലെത്തുമ്പോൾ ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അവിടെ ഔദ്യോഗികമായ തരത്തിലുള്ള അഭിവാദ്യം പറയലും അത്തരത്തിലുള്ള പരിചയ പുതുക്കലുമൊക്കെ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇന്ന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒപ്പമുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അസ്വാരസ്യം, ആ ഒരു തർക്കം അത് അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്.